Hello guys, it's me VVS Music. Welcome back to my YouTube channel, Edwin's Vlogs. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നേക്കണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ നമ്മൾ നേരത്തെ മസ്റ്റാങ് എഡിഷൻ ഹെഡ്ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെഡ്ഫോണിൻ്റെ തന്നെ ഡൈനോ എന്നുള്ള വെർഷൻ, അതായത് നമ്മുടെ ബ്ലൂടൂത്ത് ഇയർബഡ്സ് മസ്റ്റാങ് ഡൈനോ എന്നുള്ളൊരു വേരിയൻ്റ് ആണ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് വൈകാണ്ട് തന്നെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മൾ ഈ വീഡിയോ തന്നെ നമ്മുടെ ഹെഡ്ഫോണിന്റെ റിവ്യൂ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, പഴയ ഹെഡ്ഫോണിന്റെ. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ആയിട്ട് ഇത് വരും. അപ്പോൾ അതിനകത്ത് കയറി കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. വൈകാണ്ടാണ് നമുക്ക് തുറക്കാം. എന്താണെന്നറിയില്ല ഗൈസ്, മസ്റ്റാങ് എഡിഷനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഈസ് എ TW. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മസ്റ്റാങ് എഡിഷൻ്റെ ഹെഡ്ഫോൺ അല്ല, ഇയർബഡ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ പോലെ തന്നെ ബാസ് ബൂസ്റ്റ് വരുന്നുണ്ട്. ബേസിക് ഡ്രൈവറാണ് ഇതിനകത്ത് വരുന്നത്. IPX5 വാട്ടർ റെസിസ്റ്റൻറ്റ്, ENC ഹൈ ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് വരുന്നത്. 60 ഹവറാണ് ഇതിനകത്ത് ബാറ്ററി ലൈഫ് പറയുന്നത്. നമ്മുടെ ഹെഡ്ഫോണിൽ പോലെ തന്നെ അത് എത്ര നേരം നിൽക്കുന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ഇതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനും വരുന്നുണ്ട്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. മെയിനായിട്ട് പറയാനുള്ളത് IPX5 റേറ്റിംഗ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ENC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വോയിസ് അസിസ്റ്റ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മസ്റ്റാങ്ങിൻ്റെ ഒരു ലോഗോ കൂടെ ഉണ്ട്. പിന്നെ മറ്റേതിനകത്ത് പോലെ ഫോർഡിൻ്റെ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ TWSൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഫോർഡിൻ്റെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ്, ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യാനാണ്. നമുക്ക് പുഷ് ചെയ്തെടുക്കുന്നതാണ്. അത് നമുക്ക് ഇവിടെ ഈ റോളിൽ നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരും. തുറക്കുമ്പോൾ തന്നെ നമുക്ക് മസ്റ്റാങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതെന്താന്ന് നോക്കാം നമുക്ക്. ഇത് നോക്കി, യൂസർ മാനുവൽ, സ്റ്റിക്കർ, പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് വാറണ്ടി കാർഡ്. പിന്നെ ഇത് നമുക്ക് എന്താണെന്ന് നോക്കണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നേരത്തെ അതിനകത്തെ പോലെ ഒരു Type-C ചാർജറും പിന്നെ ഇയർബഡിൻ്റെ ആ ഒരു ഇതും കാർബൺ ഫൈബർ ലുക്കിലാണ്. കാർബൺ ഫൈബർ അല്ല ഗൈസ്, ഇതൊരു ജസ്റ്റ് ഒരു എന്തോ ഒരു മെറ്റീരിയലാണ്. ടെക്സ്ചർ കൊള്ളാം. കാർബൺ ഫൈബർ പോലെ തോന്നിക്കുന്നുണ്ട്, പക്ഷേ കാർബൺ ഫൈബർ അല്ല ഗൈസ്. ഓക്കെ, വാവ്. കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയി. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം. ഹെഡ്ഫോൺ എന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറയണത് USB-Cൻ്റെ ഒരു ചാർജർ പോർട്ട് ഉണ്ട്. ഇങ്ങനൊരു ഇതിൻ്റെ ഒരു മസ്റ്റാങ്ങിൻ്റെ ഒരു ഡിസൈനിലാണ് ഇത് വന്നേക്കണേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കെടുത്ത് വെച്ച് നോക്കാം. നമ്മൾ ബ്ലൂടൂത്തിൽ പോലും പേര് ന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർബാസ് ഇയർബഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്, അത് കൊടുക്കുക. ഇതും സെയിം തന്നെയാണ്. നമ്മുടെ മസ്റ്റാങ് ഓണാക്കണ എങ്ങനെയാണോ അതേ സൗണ്ട് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓ ഗൈസ്, അപ്പോൾ അങ്ങനെ കുറേ സമയത്തെ ഇതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓണാക്കിയിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, ഇതിലും നമുക്ക് കുറേ മോഡുകളുണ്ട്. ക്ലാസിക്, പോപ്പ്, റോക്ക്, നാച്ചുറൽ, കസ്റ്റമൈസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ മോഡുണ്ട്. 2 ആപ്ലിക്കേഷനിൽ പോപ്പാണ് ഗൈസ് നല്ലത്. ഇതിൻ്റെ തൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത തൊല്ലയാണ്. ഇത് വരാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇത് വരാനായിട്ട്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും എല്ലാത്തിലും പോപ്പ് മോഡാണ് ഗുഡ്. പിന്നെ ഇതിനൊപ്പം ഗെയിമിംഗ് മോഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ, ഗെയിമിംഗ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്.
ഗെയിം കളിക്കുമ്പോൾ ലേറ്റൻസി കുറഞ്ഞ് കിട്ടും. എനിവേ പാട്ട് കേൾക്കാൻ ഒക്കെ IPX5 ഇത് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം കുറേ സ്റ്റിക്കറൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല ഗൈസ്. നല്ല ചീത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ അടിപൊളി ഡിസൈനാണ്, നമുക്ക് ബാസ് ബൂസ്റ്റ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോപ്പ് മോഡാണ്. അത് ഈ ഒരു സാധനത്തിലും അതെ, ഹെഡ്ഫോണിലും അതെ, പോപ്പ് മോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ഈ സാധനം ആപ്ലിക്കേഷനായിട്ട് കണക്റ്റ് ആകാൻ കുറച്ച് പണിയാണ്, ഞാൻ കുറേ സമയം എടുത്തു. പുറത്ത് വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണേൽ മേടിക്കുക. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. എനിക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ഒഴിച്ച് എനിക്ക് ഇതിൻ്റെ സ്റ്റിക്കർ കിട്ടിയില്ല ഗൈസ്. സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. കണക്റ്റ് ആവുന്നുണ്ട്, പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഭ്രാന്താവുന്നത്. അതല്ല നമ്മൾ ജസ്റ്റ് വെറുതെ കേട്ടിട്ട് ഇതെപ്പോഴും നമ്മൾ എങ്ങനെയും കണക്ട് ചെയ്യേണ്ടി വരും ഗൈസ്. കണക്ട് ചെയ്താലേ നമുക്ക് മോഡ് ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തൊല്ല ഇതിനകത്തുണ്ട്. ഗെയിമിംഗ് മോഡൊക്കെ മാറണമെങ്കിൽ നമുക്ക് അപ്ലിക്കേഷനിൽ മാറണം, എന്നാലാണ് ഇതിനകത്ത് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കേൾക്കാനൊക്കെ അടിപൊളിയാട്ടാ, ഒരു രക്ഷയില്ല. ഊരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, അതൊക്കെ അടിപൊളിയാണ്. വേറെ ഏതൊരു TWSഉം ഓഫർ ചെയ്യണ നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജിൻ്റെ കാര്യം സി ആണ് ചാർജർ. അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഇനി എത്ര നേരം നിൽക്കുന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇനീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു 10-ലൊരു 7.5 മാർക്ക് കൊടുക്കാം. 7.5 വേണ്ട, 6.5 മതി. എനിക്ക് ആ സ്റ്റിക്കർ ഇത് തന്നില്ല, അതിനകത്ത് ഞാൻ ഒന്ന് കുറച്ചു. 7.5 അല്ല, 6.5 മതി. 6.5 മാർക്ക് എനിക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഡിസൈൻ ഫീൽഡ് പക്ക ഡിസൈനാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ഫീൽഡ് ഇറ്റ്സ് ഗുഡ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. നല്ല വേറെ ഓഫറുകൾ ചെയ്യുന്നുണ്ട്, വേറെ നല്ല ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇതാണ് അടിപൊളിയായിട്ട് നിൽക്കണേ. പക്ഷെ അതിനെക്കാട്ട് സൗണ്ട് എഫക്റ്റ് എനിക്ക് ഇതിനകത്ത് ഞാൻ ബോട്ടിൻ്റെ അല്ലല്ലോ, ബോട്ടിൻ്റെ മറ്റേ ഒരു ഹെഡ്സെറ്റ് ഇയർബഡ് ഉണ്ടായിരുന്നു എൻ്റെ ആകെ നിന്നത് 2 മാസമാണ്. അങ്ങനെ അല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ബോൾട്ടിൻ്റെ 2 മസ്റ്റാങ് വേരിയൻറ്റ് ഹെഡ്ഫോൺ ഉണ്ട്. ഒരു ഹെഡ്ഫോണും ഒരു ഇയർബഡും ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. പാട്ട് കേൾക്കുക ഒക്കെ ചെയ്യാം, അടിപൊളി. നല്ല സൗണ്ട് എഫക്റ്റും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസിക് മോഡ് എന്ത് മോഡ് ആക്കണമെങ്കിൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻ്റെ ഇഷ്യൂ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വെറുതെ കണക്ട് ചെയ്തിട്ട് കേൾക്കാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അടിപൊളിയായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അടിപൊളിയായിട്ട് കേൾക്കാനുണ്ട്. സൗണ്ട് എഫക്റ്റ് ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ ഒരു ഇത് പറഞ്ഞ സൗണ്ട് കുറവുള്ള പോലെ തോന്നി. അത് അഫ്കോഴ്സ് ഇത് കണക്റ്റ് ആകുമ്പോൾ ഇത് മാക്സിമം സൗണ്ടിനെക്കാട്ട് കുറവിലേക്ക് മറ്റേ നമ്മുടെ സെറ്റിങ്സ് പോവും. അത് ഈ ഫോണിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് ഫോൺ കൊള്ളൂല എന്ന് വിചാരിച്ചു. പിന്നെ സൗണ്ട് കൂട്ടിയപ്പോഴാണ് ഇതിൻ്റെ തനി ഗുണം അറിഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രയുള്ള എൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത്. ലുക്കിൻ്റെ പേരിൽ മേടിക്കുക, ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത്. ഈ പ്രൈസ് റേഞ്ചിലുള്ള വെർത്തിനകത്ത് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ആകെ മടുപ്പിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ ഭാഗത്താണ്. അത് മാത്രമേ മടുപ്പായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു മറക്കണ്ട, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോ കാണുന്നവരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡ്രീം. ചുമ്മാടിച്ച് കുളിക്കുക. പീസ്. ഹാവ് എ ഗുഡ് ഡേ ബോയ്സ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ ഇതുവരെ ഫുള്ളായിട്ടിരുന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗുഡ് ലക്ക് എന്നുള്ളൊരു കമൻറ്റ് താഴ്ത്തിട്ടിരുന്നെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് നോക്കാമല്ലോ ആരൊക്കെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, മേടിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ജിമ്മി പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തു, പക്ക സാധനം, ഒരു രക്ഷയില്ല. ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് വന്നത് ഈ ആപ്ലിക്കേഷനാണ്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് കണക്റ്റ് ആവും, അത് കുറച്ച് ഇതിനകത്തുനിന്ന് ഇരിക്കണം, അതാണ് പ്രശ്നം. നെറ്റ് കണക്റ്റ് ആവാനും കുറച്ച് ആപ്ലിക്കേഷൻ, പുതിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബഗ് അതിനകത്ത് ഉണ്ട്, ആപ്ലിക്കേഷനിലുണ്ട്. പക്ഷെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ഉണ്ടാ, കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. എനിക്കൊരു 15-20 മിനിറ്റ് പിടിച്ചു ഇതിൻ്റെ സെറ്റിങ്സൊക്കെ മനസ്സിലാക്കി വരാനായിട്ട്.
അപ്പോൾ അങ്ങനെ, അപ്പോൾ അത്രേ ഉള്ളൂ. ശരി എന്നാൽ ബൈ, പീസ്. അപ്പോൾ മറക്കണ്ട, ആരെങ്കിലും ഇതുവരെ വീഡിയോ കണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ താഴത്ത് ഗുഡ് ലക്ക് കമൻറ്റ് ചെയ്യൂ ഗൈസ്. പീസ്.